കഴിഞ്ഞ ദിവസത്തെ ബട്ടർ ചിക്കൻ്റെ വീഡിയോയിലെ ഏറ്റവും കൂടുതൽ കമൻറ്റും മെസ്സേജൊക്കെ ആയിട്ട് എനിക്ക് വന്നത് ആ ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി കാണിക്കുമെന്നാണ്. ഞാൻ ശരിക്കും അന്ന് ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോ ഒന്നും എടുത്ത് വെച്ചിട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ ഇത്രയും റിക്വസ്റ്റൊക്കെ വന്നതുകൊണ്ട് മാത്രം ഞാൻ ഇന്നിപ്പോൾ വേറെ ഉണ്ടാക്കിയിട്ട് വീഡിയോ ഇടാം. അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് തന്നെ പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് 2 കോഴിമുട്ട ഉപ്പ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് കൊടുക്കുക. മുട്ട അങ്ങോട്ട് ഒരുപാട് ഡ്രൈ ഒന്നും ആവുമൊന്നും വേണ്ടിട്ടാ. ഇനി അതേ പാനിലോട്ട് തന്നെ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന 2 അല്ലി വെളുത്തുള്ളി ഇട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂണോളം സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ ആയിട്ടാ അതുകൊണ്ട് ചേർത്തൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചെറുതാക്കി അരിഞ്ഞ ബീൻസ് ഇട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് ക്യാരറ്റും പിന്നെ എൻ്റെ അടുത്ത് ഇരുന്നത് കൊണ്ട് മാത്രം ഞാൻ സ്വീറ്റ് കോൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ക്യാബേജും ക്യാപ്സിക്കും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്പ്രിംഗ് ഓണിയനും സെല്ലറി നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഇലയപ്പാട് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ സെല്ലറിയൊക്കെ ചേർക്കുമ്പോഴേ പ്രത്യേകം വേറൊരു ഫ്ലേവർ സ്മെല്ലൊക്കെ വരും. പിന്നെ കുരുമുളകിൻ്റെ പൊടി, ഉപ്പ്, വിനീഗർ, സോയാ സോസ് ഇത്രയും ചേർത്തെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മുട്ടയ്ക്ക് ഇതുണ്ടല്ലോ അതുകൂടെ ചേർത്തിട്ട് പിന്നെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം ഇതിനകത്തേക്ക് റൈസ് ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ ഈ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോഴേ നേരത്തെ കൂടിയിട്ട് ചോറുണ്ടാക്കിയിട്ട് നേരെ ഫ്രിഡ്ജിലോട്ട് അങ്ങോട്ട് വെക്കുക. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങോട്ട് ഡ്രൈ ആയിട്ട് വരുമല്ലോ. എന്നിട്ട് വേണം ഈ ഒരു മസാലയിലോട്ട് നമുക്ക് ഈ റൈസ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ഈ ചൂടോടുകൂടി തന്നെ റൈസൊക്കെ ചേർക്കുമ്പോഴേ ഇത് ആകെ അങ്ങോട്ട് ഉടഞ്ഞു വരും. ഈ റൈസ് വേവിക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് വെന്തും പോകണ്ട, ഒരു 80-85% ഒക്കെ വെന്താൽ മതിട്ടാ. ഈ റൈസും മസാലയൊക്കെ മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ കുറച്ച് സ്പ്രിംഗ് ഓണിയനൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഏറ്റവും നല്ലതേ നമുക്ക് തലേന്ന് തന്നെ റൈസ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കലാണ്. അപ്പോൾ പിന്നെ ഈ ഉടഞ്ഞു പോണ ആ ഒരു പ്രശ്നങ്ങളൊന്നും നമ്മുടെ ഫ്രൈഡ് റൈസിന് വരുമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്ന